ഹായ് ഗൈസ്, നിങ്ങളൊരു പൈത്തൺ ഡെവലപ്പർ ജോബിന് പ്രിപ്പയർ ചെയ്യുന്നവരാണോ എങ്കിൽ ഇൻ്റർവ്യൂവിന് വരുന്ന ടോപ്പ് 5 പൈത്തൺ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. 5th ക്വസ്റ്റ്യൻ, മൂന്നാമതൊരു വേരിയബിൾ യൂസ് ചെയ്യാതെ എങ്ങനെ 2 വേരിയബിൾസിനെ സ്വാപ്പ് ചെയ്യാൻ കഴിയും. 4th ക്വസ്റ്റ്യൻ, സ്ട്രിംഗ് പാലൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. 3rd ക്വസ്റ്റ്യൻ, ലിസ്റ്റിൽ നിന്നും സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റിനെ ഫൈൻഡ് ചെയ്യാം. ആൻഡ് 2nd ക്വസ്റ്റ്യൻ, ലിസ്റ്റിൽ നിന്നും യൂണീക്ക് എലമെന്റ്സിനെ ന്യൂ ലിസ്റ്റിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. ആൻഡ് 5th ക്വസ്റ്റ്യൻ ഈസ് നെസ്റ്റഡ് ലിസ്റ്റിൽ നിന്നും ലാസ്റ്റ് എലമെന്റിന്റെ ലാസ്റ്റ് ക്യാരക്ടർ പ്രിന്റ് ചെയ്യിക്കുക. ഇത് സിമ്പിൾ ആയുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ കൂടുതലും കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക. ഇനി ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഹൗ ടു സ്വാപ്പ് 2 വേരിയബിൾസ് വിത്തൗട്ട് യൂസിങ് തേർഡ് വേരിയബിൾ. അതായത് 2 വേരിയബിളിൽ വാല്യൂ നമുക്ക് അസൈൻ ചെയ്തിട്ട് അതിനെ സ്വാപ്പ് ചെയ്യാം വിത്തൗട്ട് യൂസിങ് തേർഡ് വേരിയബിൾ യൂസ് ചെയ്യാതെ. ഇപ്പം a = 10, b = 20. അപ്പം നമുക്കിത് സ്വാപ്പ് ചെയ്യാം. അപ്പം സ്വാപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇത് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. പ്രിൻ്റ് ബിഫോർ സ്വാപ്പിംഗ് എ, എന്നിട്ട് എ വേരിയബിൾ കൊടുക്കുന്നു. അതേപോലെ ബിഫോർ സ്വാപ്പിംഗ് ബി എന്ന് പറഞ്ഞ് ബിയുടെ വേരിയബിൾ കൊടുക്കും. ഇനിയും നമ്മൾ റൺ ചെയ്യുമ്പോൾ എന്താ, എയിലെയും ബിയിലെയും വാല്യൂ സ്വാപ്പിങ്ങിന് മുന്നേ എയിൽ 10 ആണ്, അത് കിട്ടുന്നു. ബിയിൽ 20 ആണ്. അപ്പം നമുക്ക് സ്വാപ്പ് ചെയ്യണം. എയിൽ ഇപ്പം എന്താ 10 എന്ന് പറയുന്ന വാല്യൂ മാറി അവിടെ 20 ആവണം, ബിയിൽ 10 ആവണം. അതിനായിട്ട് തേർഡ് വേരിയബിൾ ഇല്ലാതെ സ്വാപ്പ് ചെയ്യാൻ നമുക്ക് മൾട്ടിപ്പിൾ അസൈൻമെൻറ്റ് യൂസ് ചെയ്യാം. അതായത് a, b = b, a. അപ്പം എന്താ സംഭവിക്കുക, ഈ എ വേരിയബിളിലോട്ട് ഫസ്റ്റ് അസൈൻ ചെയ്തേക്കുന്ന ബിയുടെ വാല്യൂ അസൈൻ ആവും. അതേപോലെ ബിക്കകത്തോട്ട് ഇവിടെ എയിലെ വാല്യൂ അസൈൻ ആവും. ഇനി നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ പ്രിന്റ് ആഫ്റ്റർ സ്വാപ്പിംഗ് എ, നമ്മൾ എനെ പ്രിന്റ് ചെയ്യുന്നു. അതേപോലെ ആഫ്റ്റർ സ്വാപ്പിംഗ് ബിനെ പ്രിന്റ് ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും കണ്ടോ, ബിഫോർ സ്വാപ്പിങ്ങിൽ 10ഉം 20ഉം വന്നു. ആഫ്റ്റർ സ്വാപ്പിങ്ങിൽ എയിൽ എന്താ 20 വന്നു. ആഫ്റ്റർ സ്വാപ്പിംഗ് ബിയിൽ 10 വന്നു. ഓക്കെ, ഇത് ഭയങ്കര ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. 4th വൺ, റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് ദ സ്ട്രിങ് ഈസ് എ പാലൻഡ്രോം ഓർ നോട്ട്. അതായത് ഒരു സ്ട്രിങ് പാലൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യണം. പാലൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ ആ സ്ട്രിങ് തന്നെ കിട്ടണം, അതാണ്. അപ്പം നമ്മളിവിടെ s = 11. ഈ 11 എന്ന് പറയുന്ന സ്ട്രിങ് റിവേഴ്സ് ചെയ്താലും 11 തന്നെയാണ് കിട്ടുക. അപ്പം എന്താ, ഇതൊരു പാലൻഡ്രോം ആണെന്ന് പറയാം. അപ്പം അതിനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഇതിനെ റിവേഴ്സ് ചെയ്യണം. നമ്മൾ റിവേഴ്സ് ചെയ്യാനായിട്ട് ഇവിടെ സ്ലൈസ് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം. പ്രിന്റ് s സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 2:-1. ഇതാണ് സ്ലൈസ് ഓപ്പറേറ്റർ. റിവേഴ്സ് ചെയ്യാനുള്ള സ്ലൈസ് ആണ് ഇത്. ഈ ഒരു സ്ട്രിങ് മാറ്റിയിട്ട് ഇവിടെ ഹലോ എന്ന് കൊടുക്കാം. റൺ ചെയ്യുമ്പോൾ കണ്ടോ, ഹലോ റിവേഴ്സ് ചെയ്ത് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്, ഈ ഒറിജിനൽ സ്ട്രിങ്ങും റിവേഴ്സ് ചെയ്തതും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈക്വൽ ആണെങ്കിൽ അത് പാലൻഡ്രോം. അതിനായിട്ട് നമുക്ക് ഇഫ് കണ്ടീഷൻ കൊടുക്കാം. ഇവിടെ ഇഫ് s = റിവേഴ്സ് ഓഫ് s, ഇത് ഈക്വൽ ആണെങ്കിൽ എന്താ വരുന്നത്, പ്രിന്റ് പാലൻഡ്രോം, എൽസ് പ്രിന്റ് നോട്ട് പാലൻഡ്രോം. ഓക്കെ, അപ്പം റൺ ചെയ്യുമ്പം എന്താ റിസൾട്ട്, നോട്ട് പാലൻഡ്രോം ആണ് കിട്ടിയത്. ഇവിടെ നമ്മൾ ഹലോ സ്ട്രിങ് കൊടുത്തുകൊണ്ടാണ് നോട്ട് പാലൻഡ്രോം കിട്ടിയത്. ഇനി ലെവൽ കൊടുത്ത് നോക്കാം എങ്ങനെയാണ് വന്നത്, പാലൻഡ്രോം ആയിട്ട് വന്നു. 3rd ക്വസ്റ്റ്യൻ, റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഇൻ എ ലിസ്റ്റ്. അതായത് ഒരു ലിസ്റ്റിൽ നിന്നും സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റിനെ ഫൈൻഡ് ചെയ്യണം. അപ്പം ഇത് നമുക്ക് പല മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് യൂസ് ചെയ്തും യൂസ് ചെയ്യാതെ, അങ്ങനെ നമുക്ക് പല മെത്തേഡ്സിൽ ഇത് സോൾവ് ചെയ്യാം. ഇവിടെ ഞാൻ ബിൽറ്റ് ഇൻ ഫങ്ഷൻ യൂസ് ചെയ്യാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ലിസ്റ്റ് കൊടുക്കുന്നു. a = 20, 45, 30.
ഓക്കെ, ഇതാണ് എൻ്റെ ലിസ്റ്റ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ലാർജസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഇതിലെ ലാർജസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കാം. അതിനായിട്ട് ഞാനൊരു ലാർജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് ഇപ്പം നമ്മൾ അസൈൻ ചെയ്യുക. ഈ വേരിയബിളിൽ A0, അതായത് 0 പൊസിഷനിലുള്ള എലമെൻ്റ് ആയിരിക്കും ലാർജസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ലിസ്റ്റിൽ 0 പൊസിഷനിലുള്ള എലമെൻ്റ് എന്താ? 10 ആണ്. 10 ആണ് ലാർജസ്റ്റ്. ലാർജ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഈ 10നെ അസൈൻ ചെയ്യുന്നു. ഇനി നമുക്കിതിനെ ലൂപ്പിലിടാം. 4i in a. ഓക്കെ, ഇപ്പം എന്താണ് ഈ ഐ എന്ന് പറയുന്നത് ഈ ലിസ്റ്റ് എയിലെ ഫസ്റ്റ് എലമെൻ്റ് ആയ 10 ആണ്. ഐയിലിരിക്കുന്ന വാല്യൂ 10 ആണ്. എന്നിട്ട് നമ്മൾ കണ്ടീഷൻ നോക്കുന്നു, ഇഫ് ഐ ഗ്രേറ്റർ ദാൻ ലാർജ്. ഓക്കെ, ഇഫ് ഐ ഗ്രേറ്റർ ദാൻ ലാർജ്. ഇതിൽ ആദ്യത്തെ കേസിൽ എന്താ? ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആണ്. കാരണം ഐയിലിരിക്കുന്ന വാല്യൂ 10 ആണ്, ലാർജിലിരിക്കുന്ന വാല്യൂ 10 ആണ്. അപ്പം കണ്ടീഷൻ ഇവിടെ ഫോൾസ് ആവുന്നു. ഇനി ലൂപ്പ് ആവുമ്പം ഐ ഇൻക്രിമെൻ്റ് ചെയ്ത് നെക്സ്റ്റ് വാല്യൂ ആയ 20 ഐ പോകുന്നു. ആ ഒരു കേസ് ആകുമ്പോൾ അപ്പോഴെന്താ സംഭവിക്കുന്നത്? ഇഫ് ഐ ഗ്രേറ്റർ ദാൻ ലാർജ് എന്ന് പറയുമ്പം 20 ഗ്രേറ്റർ ദാൻ 10 ആവും. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആവുന്ന കേസിൽ ഇഫിനുള്ളിൽ കയറുന്നു. അവിടെ ഞാൻ പറയുവാണ് ലാർജ് ഈസ് ഈക്വൽ ടു ഐ. അതായത് ഐയിൽ ഇപ്പം എന്താണോ വാല്യൂ അത് ലാർജ് വേരിയബിളിലോട്ട് അസൈൻ ചെയ്തു. അതിലെ വാല്യൂ 20 ആണ്. 20 ഇപ്പം ലാർജിനകത്തോട്ട് അസൈൻ ആയി. ഇപ്പം നമ്മൾ ലാർജിലിരിക്കുന്ന ഇപ്പം എന്താണ്? 20. ഇനിയും നമ്മൾ എന്ത് ചെയ്യുക? ഇനി ഐ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ലൂപ്പിലാണ്. അപ്പോൾ ഐ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഐ 45 ആകുന്നു. എന്നിട്ട് ഇവിടെ കണ്ടീഷൻ നോക്കുന്നു, 45 ഗ്രേറ്റർ ദാൻ 20. അതും ട്രൂ ആണ്. ഇഫിനുള്ളിൽ കയറുന്നു. അതിലിരിക്കുന്ന വാല്യൂ 45 ലാർജിനകത്തോട്ട് അസൈൻ ആവുന്നു. വീണ്ടും ഐ ഇൻക്രിമെൻ്റ് ചെയ്തു 10 ആവുന്നു. ഇവിടെ നോക്കുമ്പോൾ കണ്ടീഷൻ ഫോൾസ് അല്ലേ? കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ഈ ഇഫിനുള്ളിൽ കയറുന്നില്ല. വീണ്ടും ഐ ഇൻക്രിമെൻ്റ് ചെയ്ത് 30 ആവുന്നു. അപ്പം ഇവിടെ വീണ്ടും കണ്ടീഷൻ നോക്കുന്നു, ഫോൾസ് ആണ്. ഇപ്പം എന്താണ്? ലാർജ് എന്ന് പറയുന്ന വേരിയബിളിലിരിക്കുന്ന വാല്യൂ 45 ആണ്. അപ്പം നമുക്ക് ഈ ലൂപ്പ് ഫുള്ള് എക്സിക്യൂട്ട് ചെയ്തപ്പം നമുക്ക് ലാർജസ്റ്റ് എലമെൻറ്റ് എന്തായിട്ടാണ് കിട്ടിയത്? 45 ആയിട്ടാണ്. നമുക്കത് പ്രിൻ്റ് ചെയ്യിക്കാം. ദ ലാർജസ്റ്റ് എലമെൻറ്റ് ഈസ് ലാർജ് വേരിയബിളിലിരിക്കുന്ന 45 പ്രിൻ്റ് ആവും. കണ്ടോ? അപ്പം നമുക്ക് ലാർജസ്റ്റ് എലമെൻറ്റ് കിട്ടി. 45 ആണ് ലാർജസ്റ്റ് എലമെൻറ്റ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ലാർജസ്റ്റ് കണ്ടുപിടിക്കാനും. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റിന് വേണ്ടി ഒരു വേരിയബിൾ എടുക്കുന്നു. ആ വേരിയബിളിലോട്ട് ലാർജസ്റ്റിലെ പോലെ 0 പൊസിഷനിലുള്ള എലമെൻ്റ് ആണ് സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ട് നമ്മളിപ്പം അസൈൻ ചെയ്ത് വയ്ക്കും. എന്നിട്ട് ലൂപ്പിലിടുന്നു ഈ ഒരു ലിസ്റ്റിന് 4j in a. എന്നിട്ട് നമ്മളിവിടെ കണ്ടീഷൻ കൊടുക്കുക. ലാർജ് കണ്ടുപിടിച്ച പോലെ തന്നെ കണ്ടീഷൻ കൊടുക്കുകയാണ്, ഇഫ് j ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ലാർജസ്റ്റ്. അതായത് ഇവിടെ സെക്കൻഡ് ലാർജസ്റ്റിനേക്കാളും ഗ്രേറ്റർ ആണോ j, ആൻഡ് j നോട്ട് ഈക്വൽ ടു ലാർജ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ജയിലിരിക്കുന്ന വാല്യൂ 10. എന്നിട്ട് നമ്മൾ ഇഫിനകത്ത് ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. സെക്കൻഡ് ലാർജസ്റ്റിൽ ഇരിക്കുന്നതും 10 ആണ്, ജയിലിരിക്കുന്നതും 10 ആണ്. അപ്പം 10 ഗ്രേറ്റർ ദാൻ 10. അപ്പോൾ എന്താണ്? ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം. ഇവിടെ ഞാൻ ആൻഡ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ഈ 2 കണ്ടീഷനും കൊടുത്തത് ഇല്ലേ? അതായത് ആൻഡിൽ എങ്ങനെ? ഈ 2 കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ആൻഡ് ട്രൂ ആവത്തുള്ളൂ. ആദ്യത്തെ തന്നെ കണ്ടീഷൻ ഫോൾസ് ആയി. 10 ഗ്രേറ്റർ ദാൻ 10 കണ്ടീഷൻ ഫോൾസ് ആയി. ഇനിയിപ്പം എന്താ? ഈ ഇഫിനുള്ളിലോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. ഇനി j ഇൻക്രിമെൻ്റ് ചെയ്ത് 20 ആയി. 20 ആകുമ്പം 20 ഗ്രേറ്റർ ദാൻ 10. ഓക്കെ, ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണ്. ആൻഡ് എന്താ? j നോട്ട് ഈക്വൽ ടു ലാർജ് എന്ന് പറയുമ്പം 20 നോട്ട് ഈക്വൽ ടു ലാർജിലിരിക്കുന്ന വാല്യൂ എന്താണ്? 45. ഈ കണ്ടീഷനും ട്രൂ ആണ്, നോട്ട് ഈക്വൽ ആണ്. അങ്ങനാണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മൾ ജയിലിരിക്കുന്ന വാല്യൂ അസൈൻ ചെയ്യുന്നു. ജയിൽ 20 ആണ്. 20 സെക്കൻഡ് ലാർജസ്റ്റിലോട്ട് അസൈൻ ചെയ്യുന്നു. ഇനി j ഇൻക്രിമെൻ്റ് ചെയ്ത് 45 ലൂപ്പ് ആയതുകൊണ്ട് വീണ്ടും j ഇൻക്രിമെൻ്റ് ചെയ്ത് 45 ആകുന്നു. നമ്മളിവിടെ കണ്ടീഷൻ നോക്കുന്നു, 45 ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ലാർജസ്റ്റിൽ ഇരിക്കുന്ന എന്താ? 20. ഓക്കെ, ഇവിടെ കണ്ടീഷൻ ട്രൂ ആണ്. ആൻഡ് ഈ കണ്ടീഷൻ നോക്കുന്നു,
ഇവിടെ നോക്കുമ്പോൾ ലാർജ് എന്ന് പറയുന്ന വേരിയബിൾ ഇരിക്കുന്നതും 45 ആണ്. അപ്പോൾ ജയിലും ഇപ്പോൾ വന്നതും 45. അപ്പം ഇത് ഈക്വൽ ആണ്. അപ്പോൾ എന്താ, ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. ഇനി വീണ്ടും ജെ ഇൻക്രിമെന്റ് ചെയ്ത് 10 ആവുന്നു. 10 ആകുമ്പോൾ ഇവിടെ കണ്ടീഷൻ നോക്കുന്നു. ഈ കണ്ടീഷൻ അതായത് 10 ഗ്രേറ്റർ ദാൻ 20 എന്നുള്ള കണ്ടീഷൻ ഇവിടെ കൊടുക്കുമ്പോൾ ഫോൾസ് ആണ്. അപ്പോൾ വീണ്ടും എന്താ, ഈ ഇഫിനകത്തോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഇഫ് ബ്ലോക്കിലോട്ട് കയറാൻ പറ്റുന്നില്ല. വീണ്ടും ജെ ഇൻക്രിമെന്റ് ചെയ്ത് 30 ആവുന്നു. ഇവിടെ കണ്ടീഷൻ നോക്കുന്നു, 30 ഗ്രേറ്റർ ദാൻ 20. ഓക്കെ, ഈ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണ്. ആൻഡ് എന്ത് ചെയ്യുന്നു, ജെ നോട്ട് ഈക്വൽ ടു ലാർജ്. അപ്പം ജെയിലിരിക്കുന്ന 30 ആണ്, 30 നോട്ട് ഈക്വൽ ടു 45 ആണ്. അപ്പം ഈ രണ്ട് കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഇഫിനുള്ളിൽ കയറുന്നു. ഈ 30 എന്ന് പറയുന്ന വാല്യൂ സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അസൈൻ ആവുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റ് കിട്ടുന്നു. നമുക്ക് അത് പ്രിന്റ് ചെയ്യിക്കാം. പ്രിന്റ് സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റ്. ഓക്കെ, അപ്പം നമുക്ക് 30 എന്ന് പറഞ്ഞ സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ എലമെന്റ്സ് ദാറ്റ് അപ്പിയർ എക്സാക്ട്ലി വൺസ് ഇൻ എ ലിസ്റ്റ്. അതായത് ഒരു ലിസ്റ്റിൽ റിപ്പീറ്റ് അല്ലാത്ത എലമെന്റ്സിന്റെ കൗണ്ട് 1 ആയ എലമെന്റ്സിനെ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി. അപ്പം ഇവിടെ നോക്കിയാൽ ഇതിൽ കണ്ടോ, 1ഉം 4ഉം അത് മാത്രമേ ഉള്ളൂ റിപ്പീറ്റായിട്ട് വരാഞ്ഞത്. അതിന് ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ല. ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം റിപ്പീറ്റ് ഉണ്ട്. ഇപ്പം 2, 3, 5, 6 ഇതെല്ലാം റിപ്പീറ്റ് വന്നിട്ടുണ്ട്. അപ്പം റിപ്പീറ്റായിട്ട് വരാത്ത കൗണ്ട് 1 ആയ, ഒരു തവണ മാത്രമേ ഉള്ളത്, അതുകൊണ്ട് അത് കൗണ്ട് 1 ആയ എലമെൻറ്റ്സിനെ പ്രിന്റ് ചെയ്യിക്കാം. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു വേരിയബിളിലോട്ട് ഈ ഒരു ലിസ്റ്റിനെ അസൈൻ ചെയ്യുന്നു. ഇനി ഇതിൽ 1ഉം 4ഉം ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നോ ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു വേരിയബിൾ എടുക്കുന്നു, അതിനെ എംപ്റ്റി ആക്കി വെക്കുന്നു. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എൽ ലിസ്റ്റിനെ ലൂപ്പിലിട്ടിട്ട് അതിലെ ഓരോ എലമെന്റിൻ്റെയും കൗണ്ട് ചെക്ക് ചെയ്യുന്നു. കൗണ്ട് 1 ആണോ, 1 ആയ എലമെന്റ്സിനെ നോ ലിസ്റ്റിലോട്ട് അപ്പെൻഡ് ചെയ്യുന്നു. 4 I in L കണ്ടീഷൻ കൊടുക്കുന്നു. ഇഫ് എൽ ഡോട്ട് കൗണ്ട് ഓഫ് ഐ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്ത് ചെയ്യാം, നോ ലിസ്റ്റിലോട്ട് ഇതിനെ അപ്പെൻഡ് ചെയ്യാം, ആ ഐ. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ വരും? ആദ്യമേ എൽ ലിസ്റ്റിലെ ഐ എന്തായിരിക്കും, 1 ആയിരിക്കും അല്ലേ, 1. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്, ആ 1ന്റെ കൗണ്ട് എല്ലിനകത്ത് എത്ര തവണ 1 ഉണ്ടെന്ന് നോക്കുന്നു. കൗണ്ട് ഫംഗ്ഷൻ വെച്ചിട്ട് അത് ചെക്ക് ചെയ്യുന്നു. കൗണ്ട് 1 ആണെങ്കിൽ അതിനെ എന്താ, നോ ലിസ്റ്റ് എന്ന് പറയുന്ന ആ എംപ്റ്റി ലിസ്റ്റിലോട്ട് അപ്പെൻഡ് ചെയ്യുന്നു, അതിനകത്തോട്ട് അസൈൻ ചെയ്യുന്നു. ഓക്കെ, കൗണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഐ എന്ന് പറയുന്ന 1 ആണ്, അതിനെ എന്താ കൗണ്ട് ചെക്ക് ചെയ്യുമ്പോഴും 1 ആണ്, അപ്പം അത് നോ ലിസ്റ്റിലോട്ട് അപ്പെൻഡ് ആയി. സെക്കൻഡ് 2 ആണ്, 2ന്റെ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ഈ 2. ഈ 2നെ ചെക്ക് ചെയ്യുന്നു. അപ്പം അതെന്താ, അതിൻ്റെ കൗണ്ട് നോക്കുമ്പം അത് എത്ര തവണയുണ്ട്, 2 തവണയുണ്ട് അല്ലേ, 2 2 ഉണ്ട്. അപ്പോൾ എന്താ, ഈ കണ്ടീഷനുള്ളിൽ അത് കയറുന്നില്ല. അപ്പം ഇങ്ങനെ കൗണ്ട് 1 ആയത് മാത്രം നോ ലിസ്റ്റിലോട്ട് അപ്പെൻഡ് ചെയ്യുന്നു. എന്നിട്ട് ആ നോ ലിസ്റ്റിനെ പ്രിന്റ് ചെയ്യിക്കാം. പ്രിന്റ് നോ ലിസ്റ്റ് റൺ ചെയ്യുമ്പോൾ കണ്ടോ, റിസൾട്ട് 1 4 എന്ന് കിട്ടും. നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു പ്രിന്റ് ലാസ്റ്റ് ക്യാരക്ടർ ഓഫ് ദ ലാസ്റ്റ് സ്ട്രിങ് ഇൻ ദ ലാസ്റ്റ് നെസ്റ്റഡ് ലിസ്റ്റ് ഫ്രം ദ ഗിവൺ കോംപ്ലക്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു നെസ്റ്റഡ് ലിസ്റ്റ് തന്നിട്ടുണ്ട്. നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലിസ്റ്റിനുള്ളിൽ അതിലെ എലമെന്റ് ആയിട്ട് മറ്റൊരു ലിസ്റ്റ് വരിക, അതാണ് നെസ്റ്റഡ് ലിസ്റ്റ്. അതായത് ഈ ലിസ്റ്റിലെ ലാസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, തന്നിരിക്കുന്ന ലിസ്റ്റിലെ ലാസ്റ്റ് എലമെന്റ് ഓറഞ്ച് ആണ്, അതിലെ ലാസ്റ്റ് ക്യാരക്ടർ എന്താ, ഈ ക്യാരക്ടർ പ്രിന്റ് ചെയ്യിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതെങ്ങനെ പ്രിന്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. ഇതിനായിട്ട് നമുക്ക് ഈ ഒരു ലിസ്റ്റിനെ ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാം. വേരിയബിളിലോട്ട് അസൈൻ ചെയ്തു. നമ്മളെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇത് ചെയ്ത് നോക്കിയാൽ ഭയങ്കര സിമ്പിളാണ്. ഇത് നമുക്ക് ചെയ്യാനായിട്ട് സ്ലൈസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അപ്പം ഒരു ലിസ്റ്റിലെ ലാസ്റ്റ് എലമെന്റ് കിട്ടാൻ എന്താണ്,
-1 കൊടുത്താൽ മതി അല്ലേ ഇൻഡെക്സിൽ. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? L സ്ക്വയർ ബ്രാക്കറ്റ് -1 എന്ന് കൊടുത്താൽ നമുക്ക് ഈ ലിസ്റ്റിന്റെ ലാസ്റ്റ് എലമെന്റ് കിട്ടും. റൺ ചെയ്യുമ്പോൾ കണ്ടോ, നമുക്ക് ആ ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുമ്പോൾ മറ്റൊരു ലിസ്റ്റാണ്, അത് കിട്ടി. ആ ലിസ്റ്റിലെ ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഒരു -1 കൊടുക്കും. അപ്പൊ നോക്കുമ്പോൾ എന്താ, ആ ലിസ്റ്റിലുള്ള ഈ തന്നിരിക്കുന്ന ലിസ്റ്റിലെ ലാസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, ഇതിന്റെ ഇൻഡെക്സ് നോക്കാം. ഇതിന്റെ ഇൻഡെക്സിൽ -1 ആയിരിക്കും ഓറഞ്ച് എന്ന് പറയുന്നത് അല്ലേ. അതില് ഈ ഓറഞ്ചിലെ ലാസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇയും എന്താണ് ലാസ്റ്റ് വന്നേക്കുന്നത്. അപ്പൊ വീണ്ടും നമ്മൾ -1 കൊടുക്കുന്നു. ഓക്കെ, കണ്ടോ റിസൾട്ട് എന്ന് കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അത് നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള എന്തെങ്കിലും ടോപ്പിക്കുകൾ അറിയണമെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നീടുള്ള വീഡിയോസിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിന് നിങ്ങളിത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.